ഷേർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ടെക്സ്റ്റ് തുടങ്ങാം. നിങ്ങളുടെ ഫസ്റ്റ് യൂണിറ്റ്, അതായത് ഇക്കായി, ഹിന്ദിയിൽ ഇക്കായി എന്ന് വെച്ചാൽ യൂണിറ്റ് എന്നാണ്. ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേരാണ് പ്യാർ. പ്യാർ എന്ന് വെച്ചാൽ എന്തുവാ? സ്നേഹം, എല്ലാവരെയും സ്നേഹിക്കുക അല്ലേ. അതിലെ ആദ്യത്തെ ചാപ്റ്ററാണ് ഖുദ് സേ പ്യാർ എന്നുള്ളത്. ഖുദ് എന്ന് വെച്ചാൽ സ്വയം, പ്യാർ എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചു എന്തേ? സ്നേഹം. ഖുദ് സേ പ്യാർ എന്ന് വെച്ചാൽ സ്വയം സ്നേഹിക്കുക. എഴുതിയ റൈറ്ററാണ് ശോഭനാഥ് യാദവ്. കവിതയാണ് പാഠഭാഗം. ഇതിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അതായത് ഒന്നുകിൽ പാഠത്തിൻ്റെ പേര് ചോദിക്കാം, അപ്പോൾ നമ്മൾ എഴുതി കൊടുക്കണം ഖുദ് സേ പ്യാർ. അല്ലെങ്കിൽ എഴുതിയത് ആരെ? കവിയുടെ പേര് ശോഭനാഥ് യാദവ് എന്നെഴുതുക. അത് ഏത് പ്രാക്തി എന്ന് വെച്ചാൽ വിഭാഗം, ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് ചോദിച്ചാൽ എഴുതി കൊടുക്കുക കവിത. ആ മൂന്നിലെ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാം കേട്ടോ, 1 മാർക്കിന്. നമുക്ക് പോയം തുടങ്ങാം. ഫസ്റ്റ് സ്റ്റാൻസ നോക്കിയേ, ഞാൻ വായിക്കാൻ ശ്രദ്ധിച്ചിരിക്കണം. സൂരജ് അപ്പനി ആഗ് സേ ഇത്തന പ്യാർ കരേ കി വഹ് ദേ സകെ ആഗ് ദുനിയ കോ ഫി. വായിക്കാൻ അറിയാലോ, അക്ഷരങ്ങളൊക്കെ പഠിച്ചല്ലേ ഇപ്പോൾ. നമുക്ക് സൂരജ് എന്ന് വെച്ചാൽ സൂര്യൻ, സൂര്യന് സൂര്യ എന്ന് തന്നെ എഴുതാം കേട്ടോ. അപ്പം സൂരജ് അപ്പന എന്ന് വെച്ചാൽ സ്വന്തം, ആഗ് ചൂട്, അഗ്നി, ജ്വാല എന്നൊക്കെ പറയും. സൂരജ് അപ്പനി ആഗ് സേ, സൂര്യൻ സ്വന്തം ചൂടിനെ, ഇത്തന ഇത്രയും, പ്യാർ എന്ന് വെച്ചാൽ പഠിച്ചെന്തേ? സ്നേഹം, സ്നേഹിക്കുന്നുണ്ട്. ഒന്ന് നോക്കിയേ, സൂരജ് അപ്പനി ആഗ് സേ ഇത്തന പ്യാർ കരേക്കി, സൂര്യൻ സ്വന്തം ചൂടിനെ വളരെ അധികം സ്നേഹിക്കുന്നുണ്ട്. വഹ് ദേ സകെ, സകന കഴിയുക, വഹദ എന്ന് വെച്ചാൽ അത് സൂര്യനെ, ദേന നൽകാൻ കഴിയുന്നു, ആകുന്ന എന്തിനെ? ചൂടിനെ, ദുനിയ ലോകം, ലോകത്തിൻ്റെ മറ്റൊരു വാക്കാണ് സംസാർ അല്ലേ. ദുനിയ, സംസാർ, ലോകം. വഹ് ദേ സകെ ആഗ് ദുനിയ കോഫി, അതായത് ലോകത്തിന് ചൂട് നൽകാൻ കഴിയും ആർക്ക്? സൂര്യന്. സ്ഥാൻസാർത്ഥം അറിയാലോ. എന്ത് ചെയ്യുന്നു? സൂര്യനെ, സ്വന്തം ചൂടിനെ വളരെ അധികം സ്നേഹിക്കുന്നുണ്ട്. സൂര്യൻ എന്ത് ചെയ്യാൻ കഴിയുന്നു? ലോകത്തിന് ചൂട് നൽകാൻ കഴിയുന്നു. നെക്സ്റ്റ് സ്റ്റാൻസ നോക്കിയേ, ദർക്കത്ത് അപ്പനെ ഫൂലോം സേ ഇത്തന പ്യാർ കരേക്കി വഹ് ദേ സകെ ഫൂൽ ദുനിയ കോ ഫി. ദർക്കത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം പേട്, വൃക്ഷം, മരം അല്ലേ. അപ്പം ദർക്കത്ത്, ആ വാക്കുകളൊക്കെ ചോദിക്കാൻ കൊള്ളാം, സമാനാർത്ഥ ശബ്ദം കേട്ടോ. ദർക്കത്ത് എന്ന് വെച്ചാൽ എന്തുവാ പറഞ്ഞേ? വൃക്ഷം അല്ലേ, മരം. അപ്പന ഫൂലോം സേ, ഫൂൽ എന്ന് വെച്ചാൽ പൂക്കൾ, വൃക്ഷം എന്ത് ചെയ്യുന്നു? സ്വന്തം പൂക്കളെ, ഇത്തന പ്യാർ കരേക്ക് വളരെയധികം സ്നേഹിക്കുന്നു. വൃക്ഷം എന്താ ചെയ്യുന്നത്? അതിൻ്റെ സ്വന്തം പൂക്കളെ വളരെ അധികം സ്നേഹിക്കുന്നുണ്ട്. വഹ് ദേ സകെ ഫൂൽ ദുനിയ കോഫി, വഹ് അതിനെ, അതായത് വൃക്ഷത്തിനെ, ആർക്ക്? പൂക്കളെ, ദുനിയ കോഫി, ലോകത്തിന് നൽകാൻ കഴിയുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുന്ന? വൃക്ഷത്തിന് പൂക്കളെ ലോകത്തിന് കൂടി നൽകാൻ കഴിയുന്നു. അതാണ് രണ്ടാമത്തെ സ്റ്റാൻസ അല്ലേ. രണ്ടാമത്തെ എന്താ പറഞ്ഞേ? വൃക്ഷത്തെക്കുറിച്ചാണ്. വൃക്ഷം അല്ലെ, മരം സ്വന്തം പൂക്കളെ എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു വളരെയധികം. അതുകൊണ്ട് ആ വൃക്ഷത്തിന് എന്ത് ചെയ്യാൻ? ആ പൂക്കളെ ലോകത്തിന് കൂടി നൽകാൻ കഴിയുന്നു. നെക്സ്റ്റ് നോക്കിയേ, ബാദൽ അപ്പനെ ജൽ സേ ഇത്തന പ്യാർ കരേക്കി വഹ് ദേ സകെ ജൽ ദുനിയ കോ ഫി. ബാദൽ എന്ന് വെച്ചാൽ മേഘം അല്ലേ. ബാദൽ മേഘമാണ്. ആ വാക്ക് ചോദിക്കാൻ പരീക്ഷയ്ക്ക് കൊള്ളാം കേട്ടോ. ഖൻ, മേഘം എന്നൊക്കെ പറയും. ബാദൽ അപ്പന ജൽ, ജൽ എന്ന് വെച്ചാൽ ജല. ബാദൽ അപ്പനെ ജൽ എന്ന് വെച്ചാൽ എന്ത് ചെയ്യുന്നു? മേഘം തൻ്റെ ജലത്തെ, സ്വന്തം ജലത്തെ വളരെ, ഇത്തന പ്യാർ കരേ എന്ന് വെച്ചാൽ വളരെ അധികം സ്നേഹിക്കുന്നുണ്ട്. മേഘം തൻ്റെ ജലത്തെ എന്ത് ചെയ്യുന്നു? ആ ജലത്തിനെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. വഹ് ദേ സകെ ജൽ ദുനിയ കോഫി, അതുകൊണ്ട് ആ ജലത്തെ എന്ത് ചെയ്യുന്നു? ആ ജലം നമ്മുടെ ലോകത്തിനായി നൽകാൻ കഴിയുന്നു. ആർക്കാ? ബാദലിനെ. ബാദൽ എന്താ ചെയ്യുന്നത്? മേഘം തൻ്റെ ജലത്തെ വളരെയധികം സ്നേഹിക്കുന്നു. അതുകൊണ്ട് ആ ജലം എന്ത് ചെയ്യുന്നു? ലോകത്തിന് കൂടി നൽകാൻ മേഘത്തിന് കഴിയുന്നു. മനസ്സിലായല്ലോ. അടുത്ത നോക്കിയേ, മെയിം ഖുദ് സേ ഇത്തന പ്യാർ കരും കി ദേ സകൂം പ്യാർ ദുനിയ കോ ഫി.
മേം ഞാൻ ഖുദ് നമ്മൾ പഠിച്ചു സ്വയം അല്ലേ. എന്നൊക്കെ പ്യാറ് അറിയാം, സക്ന ദുനിയ ആ വാക്കുകളെല്ലാം അറിയാവുന്നതാണ്. മേം ഖുദ് സെ ഇത്തന പ്യാർ കരൂങ്കി, ഞാൻ സ്വയം എന്നെ തന്നെ എന്നുവെച്ചാൽ എത്രമാത്രം എന്നെ തന്നെ അതായത് സ്നേഹിക്കുന്നു. ഞാൻ സ്വയം എന്നെ തന്നെ ഇത്തന എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. ദേ സകെ പ്യാർ ദുനിയാ കോഫി, അങ്ങനെ ലോകത്തിന് സ്നേഹം നൽകും. ഞാൻ എന്നെ തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, അല്ലെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്കെന്താ സ്നേഹം ലോകത്തിന് നൽകാൻ കഴിയും എന്നാണ് ശോഭനാഥ് യാദവ് എഴുതിയത്. പോയം മനസ്സിലായോ? അടുത്ത ക്ലാസ്സുകളിലെ സൈഡ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സും അതിനോടൊപ്പം തന്നെ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ, അടുത്ത ക്ലാസ്സിൽ തരും. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എല്ലാ മക്കളും എന്ത് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യണം. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.